അപകടകരമായി ഓടിക്കുന്ന KSRTC ആ ബസ് ചെരിഞ്ഞിട്ടാണ് ഇവിടെ പോണത് അല്ലേ. അപ്പം ആ ബസ്സിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് വേറെ രണ്ടാൾക്കാർ ബൈക്കിൽ വന്ന കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. കാണുന്നില്ലേ? അത് തന്നെ ബസ്സിനെ സൈഡിലേക്ക് ഒതുക്കി ഇവിടെ നിർത്തിട്ടോ. ഓക്കെ, ഇനി ബൈക്കിൽ വന്നിട്ടുള്ള ആൾക്കാരൊന്നും നോക്കി നിങ്ങൾ കണ്ടില്ലേ? ബാക്കിൽ 2 ചെമ്പട്ടി പോലെ 2 ഹെൽമെറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഓരോ തലയിൽ ഹെൽമെറ്റ് ഇവിടെ വെച്ചിരിക്കണം ഇല്ലല്ലോ. അപ്പോൾ ഓരും അവിടെ വരുന്നത് നിയമം ലംഘിച്ചിട്ടുണ്ടല്ല. പിന്നെ KSRTC ബസ് എന്താണ് അങ്ങനെ ചെരിഞ്ഞാണ്ട് പോകാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളതല്ല. ഒരു പക്ഷേ ആ ബസ്സിൻ്റെ ലീഫിൻ്റെ സെൻട്രൽ ബോൾട്ട് പോയതായിരിക്കും. അങ്ങനെ പോകുമ്പോഴാണ് വണ്ടി ഇങ്ങനെ ചെരിഞ്ഞാണ്ട് ഇവിടെ പോകുന്നത്. അതൊരു പക്ഷേ ഡ്രൈവറുടെ ശ്രദ്ധയിൽ ഇവിടെ പെട്ടിട്ടുണ്ടാവില്ല. അതാണ് മറ്റേ ആൾക്കാർ ഇവിടെ വന്നിട്ട് തടഞ്ഞു ഇവിടെ നിർത്തുന്നത്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ സെൻട്രൽ ബോൾട്ട് ഇവിടെ പോയാൽ ഇവിടെ അറിയൂല. ചില ആൾക്കാർ പറയുന്നത് സൈഡ് മിററിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എന്നും ഇവിടെ പറയണ്ടേ. അപ്പം എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ആ ബൈക്കിൽ വന്നിട്ടുള്ള ആ കാക്കമാരോടാണ്. ആദ്യം നിങ്ങൾക്ക് തടഞ്ഞു നിർത്താം, നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം ഇതെന്താണ് ഇങ്ങനെ പോകണമെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. സംഭവം ശരിയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ലീഫിൻ്റെ കംപ്ലയിൻ്റ് ആയാലും പുറത്തുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ചില അനുഭവമുള്ള ആൾക്കാർ ഇവിടെ വന്നാണ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാക്കമാരോട് എനിക്ക് ഇവിടെ പറയുന്നത് നിങ്ങൾ വരുമ്പോൾ ഈ 2 ഹെൽമെറ്റ് തലയിട്ട് കണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഊക്ക് ഇവിടെ കിട്ടൂലായിരുന്നു. നിങ്ങളെ 2 ഹെൽമെറ്റ് ഇപ്പോൾ ഷോക്ക് വെച്ചതാണോ? ആ ബാക്കിൽ കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചാണോ? അത് നിങ്ങളുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടുള്ളതല്ലേ. ഇതേമാതിരി ബൈക്കുമ്പോൾ പോകുന്ന ആൾക്കാർ ഹെൽമെറ്റ് കയ്യിലുണ്ടാകും, പക്ഷെ തലയിൽ വെക്കൂല. തലയിൽ വെക്കും എപ്പോഴും പോലീസുകാരെ ഇവിടെ കാണുമ്പോൾ. പോലീസൊക്കെ വേണ്ടിയിട്ടല്ലല്ലോ ഇവിടെ ഹെൽമെറ്റ് ഇവിടെ വെക്കുന്നത്. നമ്മൾ ബൈക്കായിട്ട് പോകേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മുടെ ഹെൽമെറ്റ് ഇവിടെ വെക്കേണ്ടത്. അല്ലാതെ പോലീസുകാരെ കാണുമ്പോൾ മാത്രം എടുത്ത് തലയിൽ കൗത്താൽ ഫൈൻ കിട്ടാതിരിക്കുക, അതുകൊണ്ട് ഇവിടെ കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാർക്ക് അവിടെ ചോദിക്കാനുള്ള റൈഡ്സ് ഉണ്ടോ ഇല്ലേ നിങ്ങളിന്നൊന്നും ഇവിടെ പറയും. KSRTC ബസ്സുകാരൻ ഒരു പക്ഷേ അത് ചിലപ്പോൾ അവിടെ അറിഞ്ഞിട്ടുണ്ടാവില്ല. മൂപ്പരാളെ ഭാഗത്ത് തെറ്റുള്ളതൊക്കെ എനിക്കോട് തോന്നുന്നത്. കാരണം മൂപ്പരാൾ സൈഡ് ഒതുക്കിയിട്ടാണ് ഇവിടെ പോണത്. അതിലവിടെ എന്താ ഇവിടെ തെറ്റുള്ളത്? എന്നിട്ട് അപകടകരമായിട്ടുള്ള രീതിയിൽ വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞാണ്ട് അവർ എത്തി ഇവിടെ വിടുമ്പോൾ അത് കാര്യമുള്ള തെറ്റ് എനിക്കിവിടെ തോന്നുന്നില്ല.